വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ നേരിട്ട് കണ്ട് അമ്മ പ്രേമകുമാരി. യമനിലെ സന ജയിലിലെത്തിയാണ് പ്രേമകുമാരി മകളെ കണ്ടത്. ഒരു മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയിൽ നിമിഷയ്ക്കൊപ്പമാണ് പ്രേമകുമാരി ഉച്ചഭക്ഷണം കഴിച്ചത്. മോചനം സംബന്ധിച്ച ചർച്ചകൾ ഊർജിതമാക്കാനാണ് ശ്രമം. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, വർഷങ്ങൾക്ക് ശേഷം മകളെ കണ്ട് ആ അമ്മ, എന്താണ് അമ്മയുടെ ആദ്യ പ്രതികരണമായി വന്നത്? എന്തോ 12 വർഷത്തെ കാത്തിരിപ്പാണ് ആ അമ്മയുടേത്. ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് ഇന്ത്യൻ സമയം 12 മണിയോട് കൂടിയായിരുന്നു ഈ അമ്മ മകളെ കണ്ടത്. വലിയ വൈകാരികമായിട്ടുള്ള ഒരു ദൃശ്യങ്ങളായിരുന്നു അത്. അതിന് ആ സമയത്ത് മൊബൈൽ ഫോൺ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദൃശ്യങ്ങൾ പകർത്താൻ കഴിയാത്തത്. പക്ഷെ അതിനുശേഷം അമ്മയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ ആ അമ്മ വളരെ കൃത്യമായി തന്നെ തന്റെ മകളെ കണ്ട ആ ഒരു നിമിഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. യമനിലുള്ളവർക്കും അതോടൊപ്പം തന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി എന്ന് ആ അമ്മ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ മണിക്കൂറുകളോളം, അതായത് വൈകുന്നേരം വരെ അമ്മയ്ക്ക് നിമിഷപ്രിയോടൊപ്പം ഇരിക്കാൻ സാധിച്ചു. അവർ ഒന്നിച്ചാണ് ആഹാരം കഴിച്ചത്. ഇവർ പരസ്പരം അമ്മ കൊണ്ടുപോയ നിമിഷപ്രിയയ്ക്കായി കൊണ്ടുപോയ ആഹാരം മകൾക്ക് നൽകുകയും ചെയ്തു. അതോടൊപ്പം ആ ജയിലിലുള്ള മറ്റെല്ലാവരും വളരെ സ്നേഹത്തോടെയാണ് നിമിഷപ്രിയയോട് സംസാരിക്കുന്നത്, പെരുമാറുന്നത്. നിമിഷപ്രിയയ്ക്കും അതുപോലെ തന്നെയാണ്. അവരുടെ സ്നേഹം തനിക്കും കാണാൻ സാധിച്ചു. താൻ അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ തന്നെ വളരെ സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറിയത് എന്ന് ആ അമ്മ പറയുകയുണ്ടായി. എന്തോ ഇനി മറ്റൊരു കാര്യം, ഇനി എന്താണ് എന്ന് ചോദിച്ചാൽ, നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അടുത്ത ഘട്ടമെന്നോണം മരിച്ച യമൻ സ്വദേശിയുടെ ഗോത്രത്തെ ബന്ധപ്പെടേണ്ടതുണ്ട്. അവിടെ ഗോത്ര തലവന്മാരുമായി സംസാരിച്ചതിന് ശേഷം അവരുടെ അനുവാദത്തോടു കൂടി യമൻ സ്വദേശിയുടെ കുടുംബത്തെ വീട്ടിൽ താമസിക്കേണ്ടതുണ്ട്. താമസിച്ച് അവരുമായി സൗഹൃദം കൂടി അതിനുശേഷം അവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള അടുത്ത ഘട്ടം എന്നോടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. അതോടൊപ്പം ഇവർ ശേഖരിച്ച ബ്ലഡ് മണി, അതായത് ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബം ആവശ്യപ്പെടുന്ന ബ്ലഡ് മണി നൽകണം. അതും കൂടി അവർ സ്വീകരിച്ചാൽ മാത്രമേ പിന്നീട് കോടതിയെ ഈ വിവരങ്ങൾ ബോധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീടായിരിക്കും കോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഒന്നെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ എന്നത് കുറച്ചുകൂടി മാറ്റി ഈ തടവ് കുറച്ച് കാലാവധി കുറച്ചു നൽകും, ഇല്ലെങ്കിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാനാകും. ഈ രണ്ട് സാഹചര്യമാണ് ഇതിന് മുന്നിലുള്ളത്. എന്തായാലും ആ കുടുംബവുമായി, മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബവുമായും ഒപ്പം തന്നെ ആ ഗോത്ര തലവന്മാരുമായി കൂടിക്കാഴ്ചയാണ് അടുത്ത ഘട്ടം. ആ കൂടിക്കാഴ്ച പിന്നീട് അവർ മാപ്പ് നൽകിയാൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ നിൽക്കാനുള്ളൊരു അമ്മയുടെ പ്രതികരണത്തിലേക്ക് പോവാം. നിമിഷയെ കണ്ട ശേഷം അമ്മ പ്രതികരിച്ച ആ ദൃശ്യങ്ങൾ ലഭ്യമാണ്. ആ ബൈറ്റിലേക്ക്. ഞങ്ങൾ ജയിലിൽ ചെന്നു. അവിടെ കുറേ സമയം വെയിറ്റിങ്ങിൽ നിർത്തി. പക്ഷേ അവിടുത്തെ ഭാഷകളൊന്നും അറിയാത്ത എനിക്കും ഈ പ്രായം വരെ ഞാനൊരു ജയിലിൻ്റെ മുമ്പിൽ പോയത് ആദ്യമായിട്ടായതുകൊണ്ടും ഞാൻ വല്ലാതെ ഇതായിപ്പോയി. എൻ്റെ മോളെ കാണാൻ കഴിയില്ല എന്നുള്ള ഒരു വല്ലാത്ത വിഷമത്തിലായിരുന്നു. എങ്കിലും അവരെല്ലാം നിയമങ്ങളും കാര്യങ്ങളും പേപ്പറുകളൊക്കെ വർക്കുകളൊക്കെ അവർ സാറും എംബസിയിലുള്ള ഉദ്യോഗസ്ഥനും ഒക്കെ കൂടി ചേർന്ന് ചെയ്ത് ഞങ്ങളെ അകത്തേക്ക് കടത്തി വിട്ടു. നിമിഷനെ കാണിച്ചു തന്നു. എന്നെ കൊണ്ട് അവർ ഓഫീസ് റൂമിൽ ഇരുത്തിയിട്ട് കസേരയിൽ ഇരുന്നോളാൻ പറഞ്ഞു. പക്ഷേ ഇരിക്കാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെയും ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. അവൾ വരുന്നത് മറ്റേ നമ്മൾ പർദ്ദയൊക്കെ ഇട്ടിട്ട് അവൾ എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത്. എങ്കിലും നടന്നു വരുമ്പോൾ ഞാൻ എണീറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ മോളാണ്. ഓടി വന്ന് അവളെന്നെ കെട്ടിപ്പിടിച്ചു. മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മോളെ കാണാൻ കഴിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈ ബാധിക്കത്തെ ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നേരിട്ടു. അപ്പോൾ അവിടെ കടക്കുന്നതിന് തടസ്സമായിട്ടായിരിക്കില്ല, എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് തോന്നി അത് കടത്തിവിടാതെ തടസ്സമാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നിന്നെ എനിക്ക് കാണാൻ നിന്നെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് നിന്നെ എനിക്ക് കാണാൻ കിട്ടില്ല എന്നായിരുന്നു വിചാരിച്ചത്.
എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. അവളും മമ്മി കരയരുത്, സന്തോഷമായിട്ടിരിക്കണം, കാര്യങ്ങളെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവളും കരയുവാണ് കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. അവളെ കല്യാണം കഴിച്ച് കൊടുത്ത പിന്നെ ഞാൻ ഇന്ന് കാണുവാണ്. പക്ഷെ അവള് ഈ യമൻ രാജ്യത്തിൻ്റെ കരുണ കൊണ്ടും ദൈവകൃപ കൊണ്ടും കൊണ്ട് അവൾ നന്നായിട്ടിരിക്കുന്നു. അവള് എല്ലാവർക്കും അവിടെ ജയിലിൽ ഒത്തിരി സ്ത്രീകളും കുഞ്ഞു പൈതൽ തുടങ്ങി വയസ്സായ സ്ത്രീകൾ വരെയുണ്ട്. എല്ലാവർക്കും അവളിന്ന് വേണ്ടപ്പെട്ട ഒരു നിമിഷയാണ്. മമ്മിനെ കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. എന്നെ കൂട്ടിക്കൊണ്ടുപോയി മെയിൻ പോലീസുകാരികളുടെ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാനും ഇരിക്കാനും ഒക്കെ സംവിധാനം തരാനും എന്ത് വേണം ഭയങ്കര സ്വീകരണമായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് അത്രയും സമയം സാറുമാർ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ട് വന്നു. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ വിശപ്പ് മാറി. ഭക്ഷണം അവിടെ കൊണ്ടുവന്നു കഴിക്കാം. അപ്പോൾ അവിടെയുള്ളവർക്കും കഴിക്കാൻ സമയം വൈകുന്നേരമാണ്. 5 മണിയാകുമ്പോഴൊക്കെ അവർ ജോലി തീർത്തിട്ട് കഴിക്കുള്ളൂ. അപ്പോൾ ഇവള് പാവപ്പെട്ട കുട്ടികളെ ഓർത്ത് ഇവൾക്കും വിശക്കണില്ല. അമ്മയെ കണ്ടപ്പോൾ വയറ് നിറഞ്ഞു. അപ്പോൾ എന്തോ ജ്യൂസ് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ട് അത് കഴിക്കാൻ, ചായ കൊണ്ടുവന്ന് അത് കഴിക്കാൻ, കേക്ക് കൊണ്ടുവന്ന് അത് കഴിക്കാൻ. അപ്പോൾ എല്ലാം കുറച്ചെടുത്ത് എൻ്റെ വായിലേക്ക് വെച്ച് തരാനായിട്ട് അവൾ തയ്യാറെടുക്കുക. അത് ഞാൻ അവൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ 5 മണിയും കൂടുതൽ വൈകിയെന്ന് തോന്നുന്നു. അത്ര സമയം വരെയും അവളോടുകൂടി ആയിരുന്നു അവിടെ. അവർ എല്ലാവരും അവൾ എണീറ്റ് കൂടെ വരുമ്പോൾ എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയാണ്. നിമിഷനെ കൊണ്ടുപോകാണ് ഞാനെന്ന് വിചാരിച്ച്. അവളെ വിടാൻ തയ്യാറില്ല. അവർക്ക് അത്രയും വേണ്ടപ്പെട്ട നിമിഷമായി മാറിയിരിക്കുന്നു. യമൻ രാജ്യത്തിന് നന്ദി പറയാൻ എൻ്റെ ജീവിതം കടപ്പെട്ടിരിക്കുകയാണ്. അത്രയും നല്ലൊരു രാജ്യം, അത്രയും നല്ലൊരു സംരക്ഷണത്തിൽ അവളെ ഇത്രയും ഒരു ഇത് വരാതെ ദൈവം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ആയിട്ട് കൊണ്ടുവന്ന ഒരേ ഒരു സാമുവൽ സാറിൻ്റെ ദൈവം സാമുവൽ സാറിലൂടെ അവളെ ഇത്രയും എത്തിച്ചു. ഇത്ര വർഷങ്ങളായെങ്കിലും ഈ രാജ്യത്ത് ഇപ്പോൾ അവൾ സന്തോഷവതിയായിട്ടിരിക്കണം. അതാണ് ഞാൻ കണ്ട കാഴ്ച. വളരെ വികാരഭരിതമായിട്ടുള്ള ഒരു പ്രതികരണം, രംഗങ്ങളാണ് വിവരിച്ചത് അമ്മ. നവമി, ആരെയും ഒന്ന് വിഷമിപ്പിക്കും അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ. ഇനി എന്താണ് അടുത്ത നടപടി? ഇനി അമ്മയുടെ മടക്കം എങ്ങനെയാണ്? എന്താണ് അടുത്ത കാര്യങ്ങൾ നവമി? ടോം ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് സാമുവൽ ജെറോം മാധ്യമങ്ങളോട് പറഞ്ഞത് നിമിഷപ്രിയയുടെ അമ്മ തിരിച്ചു വരുമ്പോൾ അപ്പോൾ നിമിഷപ്രിയയും ഉണ്ടാകും. കാരണം അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാകും. നിമിഷപ്രിയയ്ക്കൊപ്പം തന്നെയായിരിക്കും അമ്മയും തിരിച്ച് നാട്ടിലേക്ക്, അവരുടെ വീട്ടിലേക്ക് മകളെയും ഭർത്താവിനെയും കാണാൻ എത്തുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സാമുവൽ ജെറോം അമ്മ പ്രേമകുമാരിയും കൂട്ടി യമനിലേക്ക് തിരിച്ചത്. അങ്ങനെ തന്നെ സാധിക്കട്ടെ എന്നും അങ്ങനെ തന്നെ നടക്കട്ടെ എന്നും നമ്മളും ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇവരുടെ ബ്ലഡ് മണി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ധാരണയായിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്നോണം നിമിഷപ്രിയയുടെ അമ്മ ഇനി ആ ഗോത്രത്തലവന്മാരെ കാണും. അതായത് ഈ മരിച്ച യമൻ സ്വദേശി ഒരു ഗോത്രത്തിലുള്ള ആളാണ്. അയാളുടെ കുടുംബത്തെയും ഒപ്പം തന്നെ ആ ഗോത്രത്തലവന്മാരെയും കാണും. അവരുടെ അനുമതിയോടുകൂടി നിമിഷപ്രിയയുടെ അമ്മ അവരുടെ ഈ മരിച്ച യമൻ സ്വദേശിയുടെ വീട്ടിൽ താമസിക്കും. അവര് മാപ്പ് നൽകിയതിനു ശേഷം ഇവർ നൽകുന്ന ബ്ലഡ് മണി സ്വീകരിച്ചാൽ മാത്രമേ അടുത്ത മോചനം എന്നോണം ഉള്ള ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് കോടതിയെ അറിയിച്ച് നിമിഷപ്രിയയുടെ ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബം നിമിഷപ്രിയയ്ക്കും കുടുംബത്തിനും മാപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം അവർ നൽകുന്ന ബ്ലഡ് മണി സ്വീകരിക്കാനും തയ്യാറായി എന്ന് കോടതിയെ അറിയിക്കണം. എന്നാൽ മാത്രമേ കോടതി അടുത്ത ഘട്ടം എന്നോണം ഈ ഒരു കേസ് വീണ്ടും പരിഗണിക്കുകയുള്ളൂ. ഇത് പരിഗണിച്ചാൽ ഒന്നുകിൽ നിമിഷപ്രിയയുടെ ഈ ശിക്ഷയിൽ ഇളവ് ലഭിക്കും, ഇല്ല എങ്കിൽ നിമിഷപ്രിയയെ മോചിതയാക്കും, ഈ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി വിടും. ഈ രണ്ട് ഘട്ടങ്ങളാണ് ഇനി അടുത്തതായി ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. എന്തായാലും ആദ്യഘട്ടം എന്നോണം ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇതിനോടകം തന്നെ അവിടെയുള്ള പ്രവർത്തകർ ഈ ഗോത്ര തലവന്മാരുമായും ഒപ്പം തന്നെ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് പാതി സമ്മർദ്ദമാണ് ഈ നിമിഷപ്രിയയുടെ അമ്മയെ കാണാനും അവരോടൊപ്പം സംസാരിക്കാനുമുള്ള പകുതി സമ്മതം അവർ മൂളിയിട്ടുണ്ട്. ഇനി അമ്മ അവിടെ എത്തി അവരുമായി സംസാരിച്ചാൽ മാത്രമേ ബാക്കിയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ഈ
കുടുംബം മാപ്പ് നൽകും, നിമിഷപ്രിയയ്ക്കും അമ്മയ്ക്കും ഒപ്പം തന്നെ കുടുംബത്തിന് മാപ്പ് നൽകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അവർ ഇപ്പോഴും അറിയിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ, അതിനുശേഷമായിരിക്കും കോടതി ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ. എന്തായാലും നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് നിമിഷപ്രിയയുമായി നാട്ടിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ വരെ അവിടെ നിൽക്കാൻ സാധിക്കും. എന്തായാലും വിസയുടെ കാലാവധി ഉടനൊന്നും അവസാനിക്കില്ല, വേണമെങ്കിൽ നീട്ടി നൽകാനും യമൻ എംബസി തയ്യാറാണെന്നും അറിയിച്ചിട്ടുമുണ്ട്. ശരി നവമി, എന്തായാലും അമ്മയുടെ ഒപ്പം നിമിഷയും തിരികെ എത്തും എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. എന്നാലും മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ എത്തും. നമസ്കാരം.